വെൽക്കം ടു ഫാർമ ടിപ്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേസ് സ്റ്റഡീസ് ആണ്. കേസ് സ്റ്റഡീസ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ ന്യൂ പാറ്റേൺ പ്രകാരം DH, ഹാദ്, MOH, പ്രോമെട്രിക്സ് എക്സാംസിനൊക്കെ ലെങ്തി ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ആണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ ലെങ്തി ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ നമുക്ക് ഒരുപാട് സമയം വായിച്ചെടുക്കാനും വേണ്ടി വരും. അതേപോലെ തന്നെ മോർ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കണ്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ലിമിറ്റഡ് ടൈം അല്ലേ എക്സാംസിന് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A 66-year-old Hispanic man, weight of 123.8 kg, body mass index of 42 kg per meter square, with a history of dyslipidemia and hypertension, received a diagnosis of type 2 diabetes. After 1 month of exercise and dietary changes and no diabetes medication, his hemoglobin A1C and fasting glucose concentration today are 11.5% and 362 mg per deciliter respectively. Which set of drug is best to initiate? Option A, metformin and glipizide. Option B, glipizide and insulin glulicin. Option C, pioglitazone and acarbose. Option D, insulin determine and glulicin. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലുള്ളത് എന്തെല്ലാം ഡാറ്റാസ് ആണെന്നുള്ള റീകളക്ട് ചെയ്യുക ആദ്യം. അതിൽ ഫസ്റ്റ് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഏജ് പറയുന്നുണ്ട് 66 ഇയർ ഓൾഡ് ആണ്, വെയ്റ്റ് 123.8 kg, ബോഡി മാസ് ഇൻഡെക്സ് 42 kg per meter square, ഡിസ്ലിപ്പിഡേമിയ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അതേപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 1 month പേഷ്യൻറ്റിൻ്റെ HbA1c ലെവൽ 11.5%, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ 362 mg/dL ആണ്. പേഷ്യൻറ്റ് ഒരു മാസം എക്സസൈസ് ചെയ്തിട്ടുണ്ട്, ഡയറ്ററി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, മെഡിക്കേഷൻസ് ഒന്നും എടുത്തിട്ടില്ല, അതാണ് കണ്ടീഷൻ. അപ്പോൾ ഏതായിരിക്കും ബെസ്റ്റായിട്ട് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് എന്നാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ, മെറ്റ്ഫോമിൻ ആൻഡ് ഗ്ലിപ്പിസൈഡ്. ഈ ഡ്യുവൽ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൈസിമിക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ HbA1c ലെവലും അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷനും ഹൈ ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ഒമിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻ സി പറയുന്നതും പയോഗ്ലിറ്റസോൺ ആൻഡ് അക്കാർബോസോ, അതിലും എന്താണ് ഓറൽ ഏജൻ്റാണ്, ഡ്യുവൽ തെറാപ്പിയാണ് ചെയ്യുന്നത്, ഇതേപോലത്തെ കേസ് തന്നെയാണ്. അപ്പോൾ അതും നമുക്ക് ഒമിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലിപ്പിസൈഡും ഇൻസുലിൻ ഗ്ലൂലിസിനുമാണ്. ഗ്ലിപ്പിസൈഡ് എന്ന് പറഞ്ഞത് നമ്മൾക്കറിയാം എന്താണ്, സൾഫോണൈൽ യൂറിയാണ്. പിന്നെ അടുത്തത് ഇൻസുലിൻ ഗ്ലൂലിസിൻ, അത് റാപ്പിഡ് ആക്ടിങ് ആയിട്ടുള്ളൊരു ഇൻസുലിനുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഓഫ് ഹൈപ്പോഗ്ലൈസീമിക് കണ്ടീഷൻ ഇൻക്രീസ് ആവും. അതുകൊണ്ടാണ് നമ്മളത് ഒമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എയും ബിയും സിയും അല്ല ആൻസറായിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്, ഇൻസുലിൻ ഡിറ്റർമിർ ആൻഡ് ഗ്ലൂലിസിൻ. ഈ കോമ്പിനേഷൻ നമ്മൾ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് പേഷ്യൻറ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻസുലിന് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നോർമൽ റേഞ്ച് ഓഫ് ദ ഹീമോഗ്ലോബിൻ A1C അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 ആണ്. പേഷ്യൻറ്റ് വെയിങ് ഓഫ് 65 kg വിത്ത് എ സിംറ്റംസ് ഓഫ് ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് എ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഓഫ് 298 mg/dL ഈസ് ഗിവൺ എ ഡയഗ്നോസിസ് ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ്. The patient's physician asked for a recommendation of an appropriate starting dose of basal insulin and estimate the total daily insulin needs of 0.4 unit per kg per day. Which recommendation is most appropriate? Option A, 13 units of insulin determir. Option B, 13 units of insulin aspart. Option C, 26 units of insulin glargine. Option D, 26 units of insulin glulicin. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഡാറ്റാസ് റീകളക്ട് ചെയ്യാം. 65 kg ആണ് പേഷ്യൻറ്റിൻ്റെ വെയിറ്റ്, ഹൈപ്പർ ഗ്ലൈസീമിക് സിംറ്റംസ് ഉണ്ട്, പിന്നെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ് 298 mg/dL ആണ് തന്നിട്ടുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് പേഷ്യൻറ്റിനുള്ളത്. പേഷ്യൻറ്റിന് ഫിസിഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബേസൽ ഇൻസുലിൻ ഡോസാണ്. ആ ബേസൽ ഇൻസുലിൻ ഡോസ് എത്രയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാനുള്ളത്. അതേപോലെ പേഷ്യൻറ്റിന് ഡെയിലി ഇൻസുലിൻ നീഡ്സ്, അതായത് ടോട്ടൽ ഡെയിലി ഇൻസുലിൻ എന്ന് പറയുന്നത് 0.4 units per kg per day ആണ്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഈ ആൻസർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ടോട്ടൽ ബേസൽ ഇൻസുലിൻ ഈസ് ഈക്വൽ ടു 50% ഓഫ് ദ
ടോട്ടൽ ഡാലി ഇൻസുലിൻ. അപ്പോൾ ടോട്ടൽ ഡാലി ഇൻസുലിൻ ഇവിടെ തന്നിട്ടുണ്ട് 0.4 യൂണിറ്റ് പെർ kg/day ആണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് 65 kg ആയതുകൊണ്ട് നമുക്ക് 26 യൂണിറ്റാണ് ടോട്ടൽ ഡാലി ഇൻസുലിൻ്റെ ലെവൽ കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ഡാലി ഇൻസുലിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 26 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും ടോട്ടൽ ബേസൽ ഇൻസുലിൻ എന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ത്, ഓപ്ഷൻ എയോ ഓപ്ഷൻ ബിയോ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒരിക്കലും ആൻസർ ആയിട്ട് വരില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഇനിയുള്ള ഓപ്ഷൻസ് ഇൻസുലിൻ ഡിറ്റർമിറും ഇൻസുലിൻ ആസ്പാർട്ടും ആണുള്ളത്. അതിൽ ഇൻസുലിൻ ആസ്പാർട്ട് എന്നത് നമുക്ക് ബോളസ് ഫോമിലോ അല്ലെങ്കിൽ ഇൻസുലിൻ കറക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഇൻസുലിനാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ബേസൽ ഇൻസുലിനാണ് ഫിസിഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ബേസൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ ഡിറ്റർമിറാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ 3 നോക്കാം. എ പേഷ്യൻറ്റ് വിത്ത് ടൈപ്പ് 2 ഡയബറ്റീസ് ഹാസ് എ ബ്ലഡ് പ്രഷർ റീഡിംഗ് ഓഫ് 152/84 mmHg, എ സെറം ക്രിയാറ്റിനിൻ ഓഫ് 1.8 mg/dL and 2 recent random urine albumin creatinine concentration of 420 and 395 mg/g. Which class of drug is best to initiate in the patient? Option A thiazide diuretic, option B dihydropyridine calcium channel blocker, option C angiotensin receptor blocker, option D non dihydropyridine calcium channel blocker. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് റീകളക്ട് ചെയ്യാം. അതിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് പേഷ്യൻറ്റിനുള്ളത്. ബ്ലഡ് പ്രഷർ റീഡിംഗ് എന്ന് പറയുന്നത് 152/84 mmHg ആണ്. സെറം ക്രിയാറ്റിൻ ലെവൽ തന്നിട്ടുണ്ട് 1.8 mg/dL ആണ്. 2 റീസെൻ്റ് ആയിട്ടുള്ള റാൻഡം യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 420 and 395 mg/g ആണ്. നമുക്ക് പേഷ്യൻറ്റിന് ബെസ്റ്റായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ഓഫ് ഡ്രഗ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേസിൽ പറയുന്നുണ്ട് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞത് എലവേറ്റഡ് ആണ്, റീനൽ ഫങ്ഷൻസ് ഒക്കെ പുവർ ആണ്. അതേപോലെ തന്നെ 2 യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ കോൺസെൻട്രേഷൻ നോക്കുമ്പോൾ 30 mg/g എബവ് ആണ്. അപ്പോൾ ഈ കേസസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ADAൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് ബെസ്റ്റ് ക്ലാസ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ARBസും ACE ഇൻഹിബിറ്റേഴ്സും ആണ്. മറ്റ് ഓപ്ഷൻസ് ഒന്നും ആൻസറായി വരാത്തതിൻ്റെ കാരണം ഞാനിത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ 63-year-old woman has Hashimoto disease. Her thyroid laboratory values today include TSH of 10.6 mIu/L and free T4 of 0.5 nanogram/dL. She feels consistently run down and had dry skin that does not respond to the use of hand creams. Which is the best drug for initial treatment of her condition? Option A levothyroxine, option B liothyronine, option C desiccated thyroid, option D methimazole. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസൊക്കെ റീകളക്ട് ചെയ്യാം. 63-year-old വുമൺ ആണ്, ഹാഷിമോട്ടോ ഡിസീസ് ആണുള്ളത് പേഷ്യൻറ്റിന്. ദെൻ TSH എലവേറ്റഡ് ആണ്, T4 എന്ന് പറയുന്നത് വെരി ലോ ആണ്. അതുപോലെ ഷീ ഫീൽസ് എ ഡ്രൈ സ്കിൻ ഉണ്ട്. അതേപോലെ ഹാൻഡ് ക്രീംസ് ഒന്നും യൂസ് ചെയ്തിട്ട് റെസ്പോൺസും കാണിക്കുന്നില്ല. അപ്പോൾ ആ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹാഷിമോട്ടോ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനാണ്. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ടൈമിൽ നമ്മൾ പേഷ്യൻറ്റിന് ഫസ്റ്റായിട്ട് പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ലീവോതൈറോക്സിൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 64-year-old African American woman has had a 12 kg weight increase during the past year, primarily because of inactivity and a poor diet. Her BMI is 44 kg/m². Her mother and sister both have type 2 diabetes. Her fasting glucose concentration today is 212 mg/dL. Which is the best course of action? Option A diagnose type 2 diabetes and begin treatment. Option B diagnose type 1 diabetes and begin treatment. Option C obtain another glucose concentration today. Option D obtain an A1C today in addition to glucose concentration. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസൊക്കെ റീകളക്ട് ചെയ്യാം. 64-year-old പേഷ്യൻ്റ് ആണ്, ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ആണ് പേഷ്യൻറ്റ്. 12 kg ആണ് കഴിഞ്ഞൊരു വർഷത്തിൽ പേഷ്യൻറ്റിന് വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. 44 kg/m² ആണ് BMI എന്ന് പറയുന്നത്. പേഷ്യൻറ്റിന് സിസ്റ്ററിനും മദറിനും ടൈപ്പ് 2 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഇന്ന് എടുത്തപ്പോൾ പേഷ്യൻറ്റിന് കണ്ടത് 212 mg/dL ആണ്. അപ്പോൾ എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് പേഷ്യൻറ്റിന് നമ്മൾ എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യാനും ടൈപ്പ് 1 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യാനാണ് ഓപ്ഷൻ എ ആൻഡ് ബി പറയുന്നത്. അപ്പോൾ പേഷ്യൻറ്റിന് ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷനോ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഒന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ ആ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഇവിടെ റെലവൻ്റ് അല്ല. അപ്പോൾ നമുക്ക് അത് രണ്ടും ഒമിറ്റ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യാനാണ്, അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ. അതിലും റെലവൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തവണ നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടതാണല്ലോ അന്ന് തന്നെ വേറൊരു കോൺസെൻട്രേഷൻ കാണേണ്ട ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അക്കോർഡിംഗ് ടു ദ ADA, ദാറ്റ് മീൻസ് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ പ്രകാരം അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷൻ ആണെന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ 1 ഡേ തന്നെ പെർഫോം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കേസസുമായിട്ട് കാണാം. താങ്ക്